ഹലോ, നമുക്കപ്പോൾ പടവലങ്ങ തോരൻ വെക്കാം. അപ്പോൾ അതിനായിട്ട് പടവലങ്ങ അതേ കഴുകി ഈ ഒരു ഇതിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് തോരൻ വെക്കാനായിട്ട് ചട്ടി എടുത്ത് വെക്കാം. അപ്പോൾ അതേ ചട്ടിയിൽ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വെക്കാം. ഇനി നമുക്കിത് കടുക് ഇടണം. അപ്പോൾ കടുക്, അപ്പോൾ അതേ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ട് കടുക് വെക്കാം. ഇപ്പോൾ അതേ ഉള്ളി ഇപ്പം മൂപ്പായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പച്ചമുളക് പച്ചമുളക് എരിഞ്ഞ ആവശ്യത്തിന് പച്ചമുളക് വെക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ട് അപ്പോൾ നമുക്കിതിലേക്ക് പടവലങ്ങ ചേർത്ത്. അപ്പോൾ നമ്മൾ പടവലങ്ങ ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിടാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉപ്പിട്ടു. ഇനി ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കത് മൂടി വെക്കണം. വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. അതിൻ്റെ ആവശ്യത്തിന് വെള്ളമുണ്ട്. പിന്നെ പടവലങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് വെള്ളം ഒഴിക്കാണ്ട് തന്നെ മൂടി വെക്കാം. പെട്ടെന്ന് തന്നെ വേവും ചെയ്യാം. നമുക്കിത് മൂടി വെക്കാം. അതായത് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവട്ടെ. അപ്പോൾ നമുക്കിത് മൂടി തുറന്നിട്ടോ. ഇതിൻ്റെ അടുത്ത് ഞാൻ ഒരു തുറന്ന് ഇറക്കി ചെല്ലുന്നു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് എന്തുണ്ട് കളറൊക്കെ മാറി വെള്ളം അത്യാവശ്യം വറ്റിയില്ല കേട്ടോ. ഇന്ന് തുറന്ന് വെച്ചിട്ട് തിരിഞ്ഞ് വെള്ളം വറ്റിക്കും. അപ്പോൾ ചെയ്തിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. വേവൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നാളികേരം ചെറിയിടാം. പടവലങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിക്കാൻ നല്ലത്. പടവലങ്ങയിൽ തന്നെ വെള്ളമുള്ള കാലത്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങി വരും. പടവലങ്ങയിൽ തന്നെ പെട്ടെന്ന് വേവും ചെയ്യും. അത് നമ്മുടെ തോരൻ ഇവിടെ റെഡി ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ തോരൻ്റെ പരിപാടി. അങ്ങനെ പടവലങ്ങ തോരൻ റെഡിയാക്കി. താങ്ക് യു.